1951 മുതൽ 1977 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് 1977 തെരഞ്ഞെടുപ്പിൽ അടിപതറുകയാണ്. അവിടെ കോൺഗ്രസിനെ മാറ്റിക്കൊണ്ട് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാദൾ ഗവൺമെന്റ് പ്രാബല്യത്തിൽ വരുന്നു. അപ്പോൾ ഇവിടെ ഈ 1951 മുതൽ 77 വരെയുള്ള ഭരണത്തിനിടയ്ക്ക് എവിടെയാണ് കോൺഗ്രസിന് പാളിച്ച പറ്റിയത്? 1975 മുതൽ 77 വരെ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാര്യം, അതുപോലെ തന്നെ 76 കൊണ്ടുവന്നിട്ടുള്ള 42ാമത്തെ അമെന്റ്മെന്റ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 42ാം അമെന്റ്മെന്റിലൂടെ ഒരുപാട് കർക്കശമുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അധികാരം തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള പാർലമെന്റിൽ ഈ ഭരണഘടനയിൽ ഒരുപാട് അമെന്റ്മെന്റുകൾ 42ാമത്തെ അമെന്റ്മെന്റ് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. തുടർന്ന് അടിയന്തരാവസ്ഥ. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് 1977 കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനതാദൾ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് മേനകാഗാന്ധി ഇന്ദിരാഗാന്ധി കുടുംബത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ മരുമകളാണ്, സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയാണ്. കൂടാതെ ഇവരൊരു രാഷ്ട്രീയ മാഗസിന്റെ എഡിറ്റർ കൂടിയാണ്. സൂര്യ എന്ന പേരുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ മാഗസിന്റെ എഡിറ്റർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ കാലം, അതുപോലെ തന്നെ 42ാം ഭേദഗതി, അതിലൂടെ വന്നിട്ടുള്ള ഇമ്പാക്റ്റുകൾ, അങ്ങനെ കോൺഗ്രസിന്റെ മുഖച്ഛായ അടപടലം തീർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പിന്നീട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് ഇവർ ഒരുപാട് ആർട്ടിക്കിളുകൾ, ലേഖനങ്ങളും ഒക്കെ കോൺഗ്രസിന്റെ ഈ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തി. അതായിരുന്നു തന്റെ ഉദ്യമം. ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നീടാണ് 1988 ശേഷമൊക്കെ ഇവര് ജനതാദളിൽ വരികയും പിന്നെ BJP ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ തുടർന്ന് ഇവർ ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പോയി. രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് മാഗസിന്റെ പ്രവർത്തനം വിപുലീകരിച്ചു. അപ്പൊ ഇവർ ഇതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയും കോൺഗ്രസിന്റെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഈ ഗവൺമെന്റ്, പുതുതായി നിലവിൽ വന്നിട്ടുള്ള ജനതാദൾ ഗവൺമെന്റ് ഇവർക്കെതിരെ ഒരു നടപടി എടുക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, കോൺഗ്രസിന്റെ ഭരണകാലത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവർ പ്രീണിപ്പിച്ചതുപോലെ തന്നെ പുതിയൊരു സർക്കാർ ഇന്ത്യയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്കെതിരെ ചെയ്ത ദ്രോഹ നടപടികൾക്കെതിരെ ഒരു പ്രതികാരം എന്ന രീതിയിൽ അവരും ചെയ്യുമെന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിലെ പല ആൾക്കും എതിരെ പലതരത്തിലുള്ള കേസുകൾ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നടന്നിട്ടുള്ളത്. 1967 പാസ്പോർട്ട് ആക്ട് നിലവിൽ വന്നു. 1976 തന്നെ മനേകാഗാന്ധിക്ക് പാസ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം 1977 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഡൽഹിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും 4/7/1977 വെച്ചിട്ടൊരു നോട്ടീസ് മനേകാഗാന്ധിക്ക് ലഭിക്കുകയാണ്. ഈ നോട്ടീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്പോർട്ട് ആക്ടിലെ വകുപ്പ് 10 ഉപവകുപ്പ് 3 പ്രകാരം ഇന്ത്യ ഗവൺമെന്റ് നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നോട്ടീസിലെ തീയതി മുതൽ അടുത്ത 7 ദിവസത്തിനകം നിങ്ങളുടെ പാസ്പോർട്ട് ഡൽഹിയിലുള്ള റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ സറണ്ടർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിന് മറുപടിയായിട്ട് ഇവര് തിരിച്ചൊരു കത്ത് അങ്ങോട്ടേക്ക് അയച്ചു. അതായത് പാസ്പോർട്ട് ആക്ടിലെ 10 ഉപവകുപ്പ് 3 പ്രകാരം എന്റെ പാസ്പോർട്ട് ഞാൻ സറണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ പാസ്പോർട്ട് ആക്ടിലെ 10 ഉപവകുപ്പ് 5 പ്രകാരം അതിനുള്ള കാരണം എന്താണെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് ഇവര് തിരിച്ചൊരു കത്ത് അങ്ങോട്ടേക്ക് അയച്ചു. അതിന് മറുപടിയായിട്ട് തിരിച്ച് വീണ്ടും റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നോട്ടീസ് വന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം, ഇതിന്റെ കാരണം താങ്കളെ ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റിനെ മാനിച്ചുകൊണ്ട് അതിന്റെ കാരണം ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അന്ന് പബ്ലിക് ഇൻട്രസ്റ്റും നാഷണൽ സെക്യൂരിറ്റിയും ഒക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ്, നാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ചില നടപടികൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേംസ് തന്നെയാണ്. പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി അല്ലെ നാഷണൽ സെക്യൂരിറ്റിയെ മാനിച്ചുകൊണ്ട്. അപ്പൊ ഇത്തരത്തില് മറുപടി കത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റിനെ മാനിച്ചുകൊണ്ട് ഇതിന്റെ കാരണം താങ്കളെ ബോധിപ്പിക്കേണ്ടതില്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെ തുടർന്നാണ് മേനകാഗാന്ധി ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു നടപടി എന്റെ മൗലിക അവകാശങ്ങളെ ലംഘിച്ചിരിക്കുകയാണ്. അതായത് പാസ്പോർട്ട് ആക്ട് പ്രകാരം നടത്തിയിട്ടുള്ള ഈ നടപടി ആർട്ടിക്കിൾ 21 വയലേഷനാണ്. എന്താണ് ആർട്ടിക്കിൾ 21? No person can deprive of his life and personal liberty except according to the procedure established by law. നിയമം സാധ്യമാക്കിയ നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാൻ പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്.
അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തത് ഈ പാസ്പോർട്ട് ആക്ട് എന്ന് പറയുന്ന നിയമം ആർട്ടിക്കിൾ 21 വരുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് ആക്ട് പ്രകാരമുള്ള നടപടി എൻ്റെ ആർട്ടിക്കിൾ 19(1) എയും അതുപോലെ തന്നെ DAയും ബാധിച്ചിരിക്കുകയാണ്. എ എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്, സംസാരിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യം. എനിക്ക് രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല, അവിടെ പല മീറ്റിങ്ങുകൾ അസംബ്ലികളൊക്കെ എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം പോയി സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇന്റർനാഷണൽ മീറ്റിങ്ങുകളിൽ. അതിനൊക്കെ ഇവിടെ തടസ്സം വന്നിരിക്കുകയാണ്, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 19(1) എയും 19(1) ഡിയും ഇവിടെ വയലേറ്റ് ചെയ്തിരിപ്പെട്ടിരിക്കുകയാണ്. കൂടാതെ ആർട്ടിക്കിൾ 14 വയലേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, ആരെയും വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. ഇവിടെ ഇത്തരത്തിലൊരു പാസ്പോർട്ട് എന്റെ സറണ്ടർ ചെയ്യുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് പോലും പറയാൻ അവർ തയ്യാറാവുന്നില്ല. ആർട്ടിക്കിൾ 14 വയലേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ റിവ്യൂ നടത്തിക്കൊണ്ട് ഈ ഒരു നടപടിയെ അസാധുവാക്കണമെന്നും ഹർജിക്കാരി പ്രധാനമായിട്ടും ഈ ഒരു റിട്ട് പെറ്റീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കേസിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ AK ഗോപാലൻ കേസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ എന്താണ് പേഴ്സണൽ ലിബർട്ടിക്ക് നിർവചനം കൊടുത്തു, അതുപോലെ തന്നെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്ന് അവിടെ പറഞ്ഞു. വളരെ വിശദമായി തന്നെ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്താണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കാണേണ്ടതാണ്. അപ്പോൾ എന്താണ് പേഴ്സണൽ ലിബർട്ടി? ആർട്ടിക്കിൾ 21 ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന വാക്ക്. വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ് ആർട്ടിക്കിൾ 21 കൊടുത്തിട്ടുള്ളത് ആ കേസിൽ. അപ്പോൾ AK ഗോപാലൻ കേസിന്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിലെല്ലാം ആദ്യം ഒരു തുടക്കം കുറിച്ച കേസാണ് AK ഗോപാലൻ കേസ്. ആർട്ടിക്കിൾ 21 വയലേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ആദ്യമായിട്ട് വന്നൊരു കേസ്, രാജ്യത്ത് ഒരു നിയമത്തെ ചലഞ്ച് ചെയ്ത് ആദ്യമായിട്ട് വന്ന കേസ്, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു കരുതൽ തടങ്കൽ നിയമം വരികയും ആ നിയമത്തെ ചോദ്യം ചെയ്തും വന്ന കേസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് എന്നൊരു പ്രിഫറൻസ് ആണ് ആ കേസിന് ഉണ്ടായിട്ടുള്ളത്. ആ കേസിൽ കാര്യമായിട്ടുള്ള വിധിയല്ല പറഞ്ഞിട്ടുള്ളത്, എങ്കിൽ പോലും വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ് സുപ്രീം കോടതി ആ ഒരു കേസിൽ കൊടുത്തിട്ടുള്ളത്. പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുന്നതിൽ നിന്നുള്ള മോചനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡിയെ ഏതെങ്കിലും തടവിൽ നിന്ന് രക്ഷപ്പെടുത്തുക, മോചിപ്പിക്കുന്നത് മാത്രമാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം. അല്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ മറ്റു സ്വാതന്ത്ര്യങ്ങളോ ഒന്നും തന്നെ പേഴ്സണൽ ലിബർട്ടിയുടെ എന്ന് പറയുന്ന വാക്കിനുള്ളിൽ വരില്ല. അമേരിക്കൻ താത്വികനായ ഒരു പ്രൊഫസർ ഡെയ്സിയുടെ നിർവചനമാണ് അദ്ദേഹം അവിടെ ആ ഒരു ബെഞ്ച് അവിടെ എടുത്തിട്ടുള്ളത്. വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തെ കൺസെപ്റ്റ് ആയിട്ട് അവർ ആ ആർട്ടിക്കിൾ 21 ഉപയോഗിച്ചൊരു വാക്കാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം സാധ്യമാക്കിയ നടപടിക്രമം. എന്താണ് ഈ നിയമം സാധ്യമാക്കിയ നടപടിക്രമം? അതായത് 2 തരത്തിലുള്ള നടപടികളാണുള്ളത്. ഒന്ന് ആർബിട്രറി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറും ആർബിട്രറി എക്സിക്യൂട്ടീവ് പ്രൊസീജിയറും. അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിൽ പരിശോധിക്കുന്നത് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷനാണ്. അതിലെന്തെങ്കിലും വെള്ളം ചേർത്തിട്ടുണ്ടോ, അതൊരു ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ആണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 21 വയലേഷൻ നടന്നതെന്ന് പറയാൻ കഴിയുള്ളൂ. മറിച്ച് ഒരു ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ ആണെങ്കിൽ ഒരിക്കലും അവിടെ ആർട്ടിക്കിൾ 21 വയലേഷൻ സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ, എന്താണ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞുതരാം. രാജ്യത്തൊരു ഗവൺമെന്റ് നിലവിൽ വന്നു. ഈ ഗവൺമെന്റിനെതിരെ ഒരുപാട് സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഗവൺമെന്റിലെ മന്ത്രിമാരെല്ലാം കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. നമ്മുടെ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നവര്, ധർണ നടത്തുന്നവര്, ചോദ്യം ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അടുത്ത 2 മാസത്തേക്ക് അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ പാർപ്പിക്കാൻ ഒരു നിയമം നമുക്ക് പാസ്സാക്കാം. ഇങ്ങനെ മന്ത്രിമാരെല്ലാം കൂടിയിട്ട് ഈ നിയമം അങ്ങ് പാസ്സാക്കി. അതായത് ഈ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരോ സമരം ചെയ്യുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവരെ വിചാരണ കൂടാതെ തന്നെ 2 മാസം വരെ തടങ്കലിൽ വെക്കാനുള്ളൊരു നിയമം. ഈ നിയമം ഒരു ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷനാണ്. ആർബിട്രറി എന്ന വാക്കിന്റെ അർത്ഥം സ്വേച്ഛാധിപത്യപരമായി. അപ്പൊ ഇവിടെ സ്വേച്ഛാധിപത്യപരമായി ഏകാധിപത്യപരമായിട്ട് ഈ നിയമസഭാ സാമാജികർ അല്ലെ ലെജിസ്ലേറ്റീവ് ബോഡി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അപ്പോ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ള കൺസെപ്റ്റിനകത്ത് ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷനെ പരിശോധിക്കില്ല എന്നാണ് AK ഗോപാലൻ കേസിൽ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അതൊരു ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് പരിഗണിച്ചുകൊണ്ട് അത് വോയിഡ് ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21 വയലേഷൻ നടന്നു എന്ന് പറയാം. ഇനി എന്താണ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ? ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CRPC എന്ന് പറയുന്ന നിയമത്തിൽ എങ്ങനെയാണ് അറസ്റ്റ് നടത്തേണ്ടത്, അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ
അറസ്റ്റ് നടത്തുന്ന സമയത്ത് അതെന്തിനാണ് അറസ്റ്റ് നടത്തുന്നതെന്ന് ആ വ്യക്തി അറിയിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ അറിയിക്കണം. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വക്കീലിനെ ഏർപ്പാടാക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇങ്ങനെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തി റോഡിലൂടെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് വന്നിട്ട് അടുത്ത് നിർത്തിയിട്ട് കേരള ജീപ്പിൽ എന്ന് പറയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത്? അതൊക്കെ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, അകത്തേക്ക് കയറി. അപ്പൊ അതൊരു ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷനാണ്. എന്തിനാണ് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം. അതിനെയാണ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ നമ്മൾ പറയാം. അപ്പോൾ ഒരു നിയമം രാജ്യത്ത് നടപ്പിൽ വരികയും അതിൽ ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 21 പ്രകാരം ചോദ്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രകാരം മാത്രമേ നമുക്ക് വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയൂ എന്നാണ് AK ഗോപാലൻ കേസിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡ്യൂ പ്രോസസ് ലോ എന്ന് പറയുന്ന അമേരിക്കൻ കൺസെപ്റ്റിനെ അവിടെ മാറ്റി നിർത്തി. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്താ നമ്മൾ നോക്കിയതാണ്. അതായത് നിയമത്തിന്റെ പ്രൊസീജിയർ മാത്രമല്ല, അതിന്റെ ഉദ്ദേശം, ആ നിയമത്തിന്റെ ഉദ്ദേശം കൂടി പരിശോധിച്ചുകൊണ്ട് അതൊരു ഏകപക്ഷീയമായി എടുത്ത ഒരു നിയമമാണോ എന്നും കൂടി പരിശോധിച്ചിട്ട് ആ നിയമത്തിന്റെ സാധുതയെ വിലകൽപ്പിക്കുന്ന ഒരു നടപടിയാണ് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇതൊരു അമേരിക്കൻ കൺസെപ്റ്റ് ആണ്. അപ്പൊ AK ഗോപാലൻ കേസിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്ന് പറഞ്ഞിട്ട് ഇതൊരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആണ്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇത് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, അല്ല ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് ആ കേസിൽ പറഞ്ഞു. ഇതിനെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ മനേക ഗാന്ധി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നമ്മൾ നാച്ചുറൽ ജസ്റ്റിസ് കൂടി ആഡ് ചെയ്യുമ്പോൾ, ഒരു കറിക്കകത്ത് ഉപ്പ് ചേർക്കുന്നത് പോലെ ഈ നാച്ചുറൽ ജസ്റ്റിസും കൂടി കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു തത്വം ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ്പോർട്ട് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ പ്രൊസീജിയർ പക്ക പെർഫെക്റ്റ് ആണോ നമ്മൾ ആദ്യം പരിശോധിക്കുന്നു. അതായത് ഈ നിയമം രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത് അതിന്റെ എല്ലാ പ്രൊസീജിയർ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പാസ്പോർട്ട് ആക്ട് രാജ്യത്തിന് ആവശ്യമാണ്, അത് തുടർന്നും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊസീജിയർ ആർബിട്രറി ആയിരുന്നോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇങ്ങനൊരു ലെറ്റർ, ഒരു നോട്ടീസ് മനേക ഗാന്ധിക്ക് ലഭിക്കുന്നു. ഇവരിതിന് മറുപടി അയക്കുന്നു, എന്തിനാണ് തന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. പക്ഷെ അതിന്റെ കാരണം പറയാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ നാച്ചുറൽ ജസ്റ്റിസ്, ഇത് അറിയാനുള്ള അവകാശം ഇവരെ സംബന്ധിച്ചുകൊണ്ട് അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിൽ ചേർക്കാമെന്ന് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞു. കൂടാതെ ഇതൊരു ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ആയതുകൊണ്ട് ആർട്ടിക്കിൾ 21 ഇവിടെ വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് ക്ലിയർ ആയിട്ട് തന്നെ സുപ്രീം കോടതി ആ കേസിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഇഷ്യൂ ആയ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എയ്ക്കും അതുപോലെ ഡിക്കും വയലേഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഓരോന്നും സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 19(1) മുതൽ G വരെയാണ്. അപ്പോൾ A മുതൽ G വരെ വിവിധ തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ട്രേഡ് ആൻഡ് പ്രൊഫഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യം, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷൻ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഹനിക്കപ്പെടണമെങ്കിൽ അതേ ആർട്ടിക്കിളിൽ തന്നെ 2 മുതൽ 6 വരെയുള്ള സബ് ക്ലോസുകളിൽ എന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങളെ വേണമെങ്കിൽ ഏതെങ്കിലും നിയമത്തിലൂടെ ഹനിക്കപ്പെടാം എന്നും പറയുന്നുണ്ട്. അപ്പൊ AK ഗോപാലൻ കേസിൽ സംഭവിച്ചത് ഈ 19D വകുപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇവിടെ നിഷേധിക്കപ്പെട്ടു എന്ന് ആർഗ്യൂ ചെയ്തു. അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 19ഉം 21ഉം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെ 19(1) മുതൽ G വരെ ഏതെങ്കിലും ആർട്ടിക്കിളിന് വയലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വയലേഷൻ നടന്നത് ഈ 19 സബ് ക്ലോസ് 2 മുതൽ 6 വരെയുള്ള കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യണം. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21ൽ പറയുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയ അല്ലെങ്കിൽ ഡ്യൂ പ്രോസസ് ലോയും കൂടെ ഫുൾഫിൽ ചെയ്തിട്ട് വേണം അത് പരിശോധിക്കാനായിട്ട്. പക്ഷെ ആ വാദഗതി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞത് സെപ്പറേറ്റ് ആണ്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും പാർട്ട് 3ൽ കൊടുത്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. അതിനെ ഒരിക്കലും നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല, ഇന്റഗ്രേറ്റഡ് അല്ലെന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 19 മാത്രമായിട്ട് വായിക്കുക, അതിനെ 21 കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. 21ൽ വ്യക്തി സ്വാതന്ത്ര്യം അത് വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിനെ അങ്ങനെ മാത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ. വ്യക്തി സ്വാതന്ത്ര്യം ഒരിക്കലും വൈഡ് അല്ല. പക്ഷെ മനേക ഗാന്ധി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് പാർട്ട് 3ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭാഗങ്ങളെല്ലാം തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആയിട്ടാണ്. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. അപ്പൊ ആർട്ടിക്കിൾ 21 ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന് വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ
അത് ആർട്ടിക്കിൾ 21 കണ്ടീഷൻ കൂടി ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19D പ്രകാരമോ എ പ്രകാരമോ ഇവിടെ വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ, ആ നിയമത്തിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് തന്നെ 19 സബ് ക്ലോസുകളിൽ 2 മുതൽ 6 വരെ വരുന്ന സബ് ക്ലോസിന്റെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. പ്ലസ് ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൺവേ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ നിയമത്തിന് സാധുത ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതൊന്നും ഫുൾഫിൽ ചെയ്യാൻ ഈ ഒരു നിയമത്തിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു കണ്ടെത്തലിലേക്കാണ് സുപ്രീം കോടതി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ അയക്ക ഗോപാലൻ കേസ്, മനേക ഗാന്ധി കേസൊക്കെ പഠിക്കുമ്പോൾ ഈ ആർട്ടിക്കിൾ 21 വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതെങ്ങനെയാണ് വയലേഷൻ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ ഒരു ടെക്നിക്ക്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ആ ടൈം ആർട്ടിക്കിൾ 21 ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസീജിയർ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് 2 കൺസെപ്റ്റ് ആണുള്ളത്: ആർബിട്രറി ലെജിസ്ലേറ്റീവ് ആക്ഷൻ, അതുപോലെ തന്നെ ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ, ഇത് രണ്ടിലും ഒരു ആർബിട്രറി നേച്ചർ സംഭവിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് പിന്നീട് അടുത്ത സ്റ്റേജിലേക്ക് പോകുക. അവിടെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടോ? നാച്ചുറൽ ജസ്റ്റിസ് പ്ലസ് ആണ്, പ്ലസ് നാച്ചുറൽ ജസ്റ്റിസ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? അമേരിക്കൻ കൺസെപ്റ്റായ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആയി മാറും. നമ്മുടെ ഭരണഘടനയിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ പോലും അതിൽ നാച്ചുറൽ ജസ്റ്റിസ് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആയി മാറുന്നു എന്നാണ് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. എ കെ ഗോപാലൻ കേസിൽ ഒരു നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ് ആർട്ടിക്കിൾ 21 കൊടുത്തിട്ടുള്ളതെങ്കിൽ മനേക ഗാന്ധി കേസിൽ ഒരു വൈഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് വന്ന കേസുകളെല്ലാം തന്നെ ഈ മനേക ഗാന്ധി കേസിനെ പിൻപറ്റിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസിന് ആർട്ടിക്കിളിന്റെ കാവലാൾ എന്നുള്ളൊരു വിശേഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനേക ഗാന്ധി കേസിന് മനുഷ്യന്റെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം, അല്ലെങ്കിൽ അതിന് വൈഡ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത ഒരു കേസ് എന്ന രീതിയിലുള്ള പ്രസക്തിയാണുള്ളത്. അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കേസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു